പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 20 പേജുള്ള മൊഴിയിൽ രാഹുലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണുള്ളത്. അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗർഭനിരോധന മരുന്ന് രാഹുൽ സുഹൃത്ത് മുഖേന എത്തിച്ചു നൽകി. മരുന്നുകൾ കഴിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നുമാണ് മൊഴി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസിൽ കുരുക്ക് മുറുകിയതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും. ഇന്നലെ രാത്രി മുതൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഈ വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗുരുതരമായ വകുപ്പുകൾ, അത് BNS പ്രകാരമാണെങ്കിലും MTP ആക്ട് പ്രകാരമാണെങ്കിലും വളരെ ഗൗരവമേറിയ കുറ്റങ്ങളാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുക്കുന്നതിനിടയിലാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഈ പരാതിക്കാരിയായ യുവതി നടത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളടക്കമാണ് ഉദ്യോഗസ്ഥർക്ക് യുവതി ഈ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ഈ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് തന്നെ പ്രേരിപ്പിച്ചു, അതിനുവേണ്ടി സുഹൃത്ത് മുഖേന മരുന്ന് എത്തിച്ചു നൽകി, ആ മരുന്ന് കഴിച്ചോ എന്ന വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി, അങ്ങനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു. തുടർന്ന് രക്തസ്രവം അനിയന്ത്രിതമായതോടെ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി. വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാമായിരുന്ന മരുന്നാണ് ഈ ഗർഭനിരോധനത്തിനായി ഗർഭചിത്രത്തിനായി നൽകിയത് എന്നാണ് യുവതി മൊഴി നൽകിയത്. ഈ മരുന്ന് കഴിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഡോക്ടർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിന് വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല യുവതി. എടുത്തു പറയേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ മരുന്ന് എത്തിച്ചു നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഒരു യുവ വ്യവസായിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം എത്തുകയാണ്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സുഹൃത്തിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഡോക്ടർമാരുടെ കർശനമായ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം കഴിക്കേണ്ട ഒരു മരുന്ന് ഒരു വ്യക്തി മുഖേന, ഒരു പുറത്തു നിൽക്കുന്ന ഒരാൾ മുഖേന വളരെ ലാഘവത്തോടെ ഇൻഫോർമലായ രീതിയിൽ ഈ യുവതിയുടെ കൈവശം എത്തിച്ചു നൽകാൻ എങ്ങനെ കഴിഞ്ഞു? ഈ മരുന്ന് എവിടെ നിന്നാണ് എത്തിച്ചു നൽകിയത്? ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മരുന്ന് കൊടുത്തുവിട്ടത്? ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം എത്തും. അങ്ങനെയാണെങ്കിൽ വളരെ കുറ്റകരമായ വളരെ ഗുരുതരമായ പിഴവുകളാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് മൊഴിയായി യുവതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മുമ്പിൽ നൽകിയ മൊഴി, അതിൽ നിയമസാധുത കൈവരണമെങ്കിൽ അത് രഹസ്യമൊഴിയായി 164 സ്റ്റേറ്റ്മെന്റായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നെടുമങ്ങാടോ നെയ്യാറ്റിങ്കരയിൽ, ഒരുപക്ഷെ നെയ്യാറ്റിങ്കര കോടതിയിലായിരിക്കും. യുവതിയുടെ ഒരു സൌകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതിയിൽ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും ഈ കേസിലെ തുടർ നീക്കങ്ങൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒരു സാഹചര്യമല്ല നിലവിൽ. കൈവശം അദ്ദേഹത്തിന്റെ കയ്യിലും യുവതിയുമായി സൌഹാർദ്ദത്തിലുണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചെടുത്ത, അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ചിടയിലുണ്ടായ സൌഹാർദ്ദങ്ങളുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സംഭാഷണങ്ങളടക്കമുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അത് എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. കാരണം ഇവിടെ കുരുക്കാകാൻ പോകുന്നത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 86ഉം 89ഉം അനുസരിച്ച് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ഗർഭചിത്രം നടത്തുകയോ ചെയ്താൽ വലിയ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വലിയ കുറ്റമാണത്. അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അങ്ങനെയൊരു കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ രാഹുലിന് അത് വല്ലാത്ത പ്രതിരോധമായി മാറും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാകും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തുടർ നീക്കങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ വലിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. പ്ലേസ് ഓഫ് ഒക്കറൻസ് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് നേമത്തേക്ക് മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും നടക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷേ ചില പരാതികൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസും സർക്കാരും. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം നേമം പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി സമാനമായ തരത്തിൽ ഇരകൾ നേരിട്ട് കൂടുതൽ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്
കൈമാറും. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് സാധ്യത. നിലവിൽ ഒരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ രൂപം നൽകിയേക്കും. കൂടുതൽ പരാതികൾ വരുമോ എന്ന് കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പോലീസിനും അതോടൊപ്പം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകരുമായി നിയമവിദഗ്ധരുമായൊക്കെ കൂടിയാലോചന നടത്തിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടുന്നത്. എന്തായാലും കോടതി അത് പരിഗണിക്കും. MLA എന്ന പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കർശന ഉപാധികളോടെ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളുമായി സഹകരിക്കണമെന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും വരികയെന്ന പ്രതീക്ഷയിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നടക്കമുണ്ടാകും. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും സാധ്യത തെളിയുകയാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം കരുതലോടെ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഒരു തവണ നടപടിയെടുത്ത് കഴിഞ്ഞതാണ്. ഒരു വിഷയത്തിൽ എങ്ങനെയാണ് 2 തവണ നടപടിയെടുക്കുക എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വനിതാ നേതാക്കളടക്കം രംഗത്തെത്തുന്നുണ്ട്. അതേസമയം വീണ്ടും പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള ആരോപണങ്ങളോ തെളിവുകളോ പുറത്തുവരുന്ന സാഹചര്യമുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകും. അതുമായി ബന്ധപ്പെട്ട് AICC നേതാക്കളടക്കം കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളും തുടർ സാഹചര്യങ്ങളും. ഡാൻ, ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഇനി ഒരു ആരോപണം വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് പലതരത്തിൽ പറയാതെയൊക്കെ നേതാക്കൾ പറയുന്നുണ്ട്, രാഹുലിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷേ അതിനും അപ്പുറത്ത് ഇത്ര ഗൗരവമേറിയ ആരോപണങ്ങൾ വരുമ്പോൾ രാഹുലിനെ ഈ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ച് രംഗത്തെത്തിയത് മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ്. ഒരു വിഭാഗം വളരെ ശക്തമായി തന്നെ രാഹുലിനൊപ്പം നിന്നിരുന്നു. ഒരിടത്ത് പലപ്പോഴും ഒറ്റപ്പെട്ട് സതീഷിനെ പോലെയുള്ള ചിലരുമുണ്ടായിരുന്നു. പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനും അപ്പുറത്തേക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഒരു കാലം വെച്ച് നോക്കിയാൽ അറിയാം, രാഹുലിനെ പോലെ ഇത്ര വേഗം വളർന്നു വന്ന ഒരു നേതാവ് അത്ര പെട്ടെന്ന് തന്നെ MLA സ്ഥാനത്തേക്ക് വരുന്നു, തെരഞ്ഞെടുപ്പിൽ അവസരം കൊടുക്കുന്നു, MLA ആവുന്നു. അങ്ങനെ ഒരു നേതാവിനെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ടിക്ക് അത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ രാഹുലിനെ മാറ്റി നിർത്തി അത് അവിടെ കൈകാര്യം ചെയ്യട്ടെ എന്ന രീതിയിലൊക്കെ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകളുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരാതി, അതായത് പോലീസിന് മുമ്പിൽ പരാതി നൽകാതെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരിട്ട് ചില വ്യക്തികൾ, ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് നേരിട്ട് ചില പരാതികൾ ലഭിച്ചു. ആ പരാതികൾ കൃത്യമായി പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച്, അതായത് ഈ പരാതികളുടെ ഗൌരവം ഇനി വർദ്ധിക്കും, അതിൽ തുടർ നീക്കങ്ങൾ ഉണ്ടായാൽ പാർട്ടിയെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പ്രതികൂലമായി ബാധിക്കും, അതുകൊണ്ട് നടപടി എടുത്തേ പറ്റൂ എന്നൊരു നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം അദ്ദേഹം ഉൾപ്പെടെ എത്തുകയായിരുന്നു. അങ്ങനെയാണ് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം ഇതിൽ ഉറച്ചു നിന്നത്. പക്ഷേ മറ്റൊരു വാദം ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ളൊരു വാദം K. സുധാകരൻ ഉൾപ്പെടെ ആവർത്തിക്കുന്ന സാഹചര്യം. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അനുകൂലിക്കുന്ന നേതാക്കളുമായി ഫോണിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നു, BJP CPM അതിന് നേതൃത്വം നൽകുന്നു എന്ന തരത്തിലൊക്കെയുള്ള ഒരു കൺവിൻസിങ്ങിനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. പക്ഷേ അതിനുശേഷം സാഹചര്യങ്ങൾ മാറി. അപ്പോൾ ഈ അനുകൂലിച്ചിരുന്ന നേതാക്കൾ വരെ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം AICCയുടെ കേരളത്തിന്റെ പ്രതിനിധിയായ ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രതികരണം ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിക്കായിരുന്നു യുവതി പരാതി നൽകേണ്ടിയിരുന്നത്, ഒരു പോലീസിനല്ലേ പരാതി നൽകേണ്ടിയിരുന്നത്? കൃത്യം ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പരാതി നൽകാനിടയായ സാഹചര്യം എന്താണ്? അതിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ എന്ന സംശയമുണ്ട് എന്ന തരത്തിൽ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് ദീപാദാസ് മുൻഷി കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന സാധ്യതയും കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. അത്തരത്തിലാണ് മുതിർന്ന നേതാക്കളിൽ ചിലരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. എന്തായാലും അന്വേഷണം അതിന്റെ ദിശയിൽ മുമ്പോട്ട് നീങ്ങുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുലിന്റെ കാര്യം കൂടുതൽ കുരുക്കിലാകും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി ഉയർന്നു വരുന്നത്, ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് ഒരു യുവനടിയുടെ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ വെളിപ്പെടുത്തലുകളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഏതാണ്ട് ഒരു 3 മാസത്തിന് മുകളിലായി പരോക്ഷമായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. അതിന്റെ നിജസ്ഥിതി പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്
രാഹുലിനെതിരെ നടപടിയെടുത്തത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്ന് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനായി കൊണ്ടുവന്ന ഒരു നീക്കമെന്ന് വ്യാഖ്യാനിച്ച് എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയില്ല. നേതൃത്വം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രാദേശികമായി രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ അവിടെ രംഗത്തെത്തിയിരുന്നു. മാത്രവുമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വേദികളിലും സ്ഥാനാർത്ഥി നിർണയത്തിലുമടക്കം രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെന്ത് വിശദീകരണം പാലക്കാട് DCC നേതൃത്വം നൽകും, പ്രാദേശിക നേതാക്കൾ നൽകുമെന്നതാണ് അറിയാനുള്ളത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന ഭാരവാഹികളൊക്കെ പറയുന്നത് നടപടി എടുത്തു കഴിഞ്ഞതാണ്, മുതിർന്ന നേതാക്കളുമായി വേദി പങ്കിട്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്ന് പല ആവർത്തി പറഞ്ഞതാണ്. പിന്നെ അതിലെന്തിനാണ് ഒരു സംശയം എന്ന ഒരു പ്രതിരോധമാണ് മുതിർന്ന നേതാക്കളുടെയും സംസ്ഥാന KPC നേതൃത്വത്തിന്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം പാലക്കാട് DCC ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും. അത് എന്ത് മറുപടി പറയുമെന്ന് അല്പസമയത്തിനകം അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഏറ്റവും ഒടുവിൽ വന്നത് രാഹുലിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും, നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും അത് തെളിയിക്കും, സത്യം ജയിക്കും, സത്യമേവ ജയതേ എന്ന വാക്കാണ് ഏറ്റവും അവസാനം വരുന്നത്. പക്ഷേ ഈ വാക്കിന് ശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. MLA ഓഫീസ് പൂട്ടിയ നിലയിലാണ്. പാലക്കാട്ടെ കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായിരുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് ആർക്കും ഒരു ധാരണയുമില്ല.